ഹരേ കൃഷ്ണ. ഗോകുലമുറ്റത്തെ കുഞ്ഞു കാൽപ്പാടുകൾ, വെണ്ണച്ചോറും പരിഭവങ്ങളും. മുറ്റത്തെ പൊടിമണ്ണിൽ പൈക്കിടാങ്ങൾക്കൊപ്പമുള്ള കളിയിലാണ് ഉണ്ണിക്കണ്ണൻ. ഒരു വെളുത്ത പശുക്കുട്ടിയുടെ വാലിൽ പിടിച്ചു തൂങ്ങി കളിമുറ്റത്തുകൂടി ഒരൊറ്റ ഓട്ടമാണ്. കാൽ വഴുതി മണ്ണിലേക്ക് വീണാലും കുടുകുടാന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പുറകെ കൂടും. സംസാരിച്ചും പശുക്കുട്ടികൾക്കൊപ്പം ഓടി നടന്നും തിമർക്കുമ്പോൾ വിശപ്പോ ദാഹമോ ആ വിരുതൻ അറിയുന്നതേയില്ല. ഊണ് കഴിക്കാനായി യശോദാമ്മ പലവട്ടം വന്നു വിളിച്ചു. എവിടെ കേൾക്കാൻ? വിളി കേൾക്കുമ്പോൾ കുറുമ്പൻ വേഗം ആ പശുക്കുട്ടിയുടെ പിന്നിലൊളിക്കും. എന്നിട്ട് അതിന്റെ കഴുത്തിലൂടെ ഇളം കൈകൾ വരിഞ്ഞു മുറുകി കാതിൽ എന്തൊക്കെയോ മന്ത്രിക്കും. അമ്മ പിടിക്കാൻ വരണ, പൈക്കുട്ടി ഉണ്ണിയെ വേഗം ഒളിപ്പിച്ചോട്ടോ എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ നിൽപ്പ്. ഒടുവിൽ ക്ഷമ കെട്ട് അമ്മ ചെറിയൊരു വടിയുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അടിക്കാനൊന്നുമല്ല, വെറുതെയൊന്ന് പേടിപ്പിക്കാൻ. വടി കണ്ടതും കളി നിർത്തി കുറുമ്പൻ വേഗം അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ഇത്ര നേരം അമ്മയുടെ വിളി കേൾക്കാതെ ഒളിച്ചു നടന്നതൊന്നും ഓർമ്മയില്ലാത്തതുപോലെ ആ തുടുത്ത കവിളുകൾ വീർപ്പിച്ച് വലിയ ഗൗരവത്തിൽ അമ്മയെ വഴക്കു പറയുകയാണ്. അമ്മയുടെ പണികൾ ഇതുവരെ കഴിഞ്ഞില്ലേ? എത്ര നേരായി ഉണ്ണിച്ച് വിശക്കണ്. അമ്മയ്ക്ക് എപ്പോഴും ആ പൈക്കുട്ടിയുടെ കാര്യമേ ഉള്ളൂ. വിശന്ന് ഉണ്ണിയുടെ വയറൊക്കെ കുഞ്ഞായിപ്പോയത് അമ്മ നോക്കിക്കേ. പാവം ഉണ്ണി. കുഞ്ഞിക്കൈകൾ രണ്ടും ഇടുപ്പിൽ കുത്തി തന്റെ ആ കൊഴുത്തുരുണ്ട കുഞ്ഞുവയർ ശ്വാസമുള്ളിലേക്കെടുത്ത് പരമാവധി ഒട്ടിച്ചു പിടിച്ചാണ് കുറുമ്പന്റെ ഈ നിൽപ്പ്. തീരെ അവശനായതുപോലെ മുഖത്ത് വലിയ ഗൗരവവും സങ്കടവും വരുത്തിക്കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ആ പരിഭവം മുഴുവൻ പറഞ്ഞൊപ്പിച്ചു. പാലും വെണ്ണയും കട്ടുതിന്ന് എപ്പോഴും വീർത്തുരുണ്ടിരിക്കുന്ന ആ വയർ ഒട്ടിപ്പോയെന്ന് വരുത്തി തീർക്കാൻ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന ആ കള്ളക്കണ്ണനെ കണ്ട് ചിരി പുറത്തു കാണിക്കാതെ യശോദാമ്മ പാടുപെടുന്നതിനിടയിൽ കയ്യിലെ വടി താഴെ വീണുപോയി. വാത്സല്യത്തോടെ ആ പൊന്നോമനയെ വാരിയെടുത്ത് അകത്തു കൊണ്ടുപോയി സ്വർണക്കിണ്ണത്തിൽ ആവി പറക്കുന്ന കുത്തരിച്ചോറുമായി ഉണ്ണിയെ മടിയിലിരുത്തി പശുവിൻ പാൽ കാച്ചി കുറുക്കിയെടുത്ത കട്ടിത്തൈരും ഒരിത്തിരി നെയ്യും ചേർത്ത് ചോറ് കുഴച്ചു തുടങ്ങി. കൂടെ തിളച്ച പാലിൽ മധുരം ചേർത്ത് കുറുക്കിയെടുത്ത പാൽപ്പായസവും പഴുത്തു തുടുത്ത കദളിപ്പഴങ്ങളും നെയ്യപ്പങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോറുരുളയ്ക്കൊപ്പം ഇളം മേനിക്ക് കരുത്തു കിട്ടാൻ കുറച്ച് ചീരത്തോരൻ അമ്മ വെച്ചു കൊടുത്തു. അത് വായിലെത്തിയതും തിരുമുഖത്തെ ഭാവം മാറി. പച്ചക്കറികളൊന്നും കുറുമ്പൻ ഒട്ടും ഇഷ്ടമല്ല. പകുതി ചവച്ച ചോറ് അതുപോലെ പുറത്തേക്ക് തുപ്പി കുഞ്ഞിക്കൈകൾ കൊണ്ട് ചുണ്ടുകൾ വടിച്ചു തുടച്ചിട്ട് ഷാഠ്യം പിടിക്കാൻ തുടങ്ങി. വേണ്ട, ഉണ്ണിക്ക് വേണ്ട, കഴിക്കുന്ന ഉണ്ണിക്ക് കറിയും വേണ്ട, ചോറും വേണ്ട, ഉണ്ണിക്ക് വെണ്ണ മതി, വെണ്ണ താമേ. വിശന്ന് വന്നതാണല്ലോ എന്നോർത്ത് അമ്മ വേഗം പുതുതായി കടഞ്ഞെടുത്ത നല്ല മണമുള്ള കൊഴുത്ത വെണ്ണ വലിയൊരു ഉരുളയാക്കി കുഞ്ഞിക്കൈയിൽ വെച്ചു കൊടുത്തു. അത് കണ്ടതും പിണക്കമൊക്കെ എങ്ങോ പൊഴിഞ്ഞു. കുഞ്ഞുവായിലേക്ക് വെണ്ണയുരുള പോകുന്നതും കവിളുകൾ വീർപ്പിച്ച് മിഴികൾ അടച്ചു തുറന്ന് എന്തൊക്കെയോ കൊഞ്ചലുകളോടെ അത് രുചിക്കുന്നതും കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ ചോറിനൊപ്പവും പായസത്തിനൊപ്പവും ഒക്കെ വെണ്ണ വേണമെന്നായി. ഉണ്ണിയുടെ നിർബന്ധം കണ്ട് കിണ്ണത്തിലെ ചോറിലേക്ക് നിറയെ വെണ്ണ ചേർത്ത് അമ്മ വാരിക്കൊടുത്തു തുടങ്ങി. അപ്പവും വെണ്ണയും പാൽപ്പായസവും ഒക്കെയായി വലിയൊരു ഘോഷമായിരുന്നു യശോദാമ്മയുടെ മടിത്തട്ടിൽ. അതിനിടയിൽ
സ്വർണക്കിണ്ണത്തിൽ കൈയിട്ട് കുഴച്ചും പായസവും വെണ്ണയും ദേഹത്തും മുഖത്തും വാരിത്തേച്ചും കളി തുടങ്ങി കണ്ണൻ. കുഞ്ഞിക്കൈകളിൽ പറ്റിപ്പിടിച്ച വെണ്ണയും ചോറുമൊക്കെ പട്ടുചേലയാകെ തോരണമായി ചാർത്തിക്കൊടുത്തു. മുഖത്താകെ തൈരും വെണ്ണയും പറ്റിപ്പിടിച്ച് മാറിടത്തിലേക്ക് ചാരിക്കിടന്ന് ആ കുരുന്ന് കുടുകുടാന്ന് ചിരിച്ചു. പ്രപഞ്ചം മുഴുവൻ ആ കുഞ്ഞു ചിരിയിൽ അലിഞ്ഞു ചേർന്നു. ഒരു നിമിഷം ഈ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. യാഗാഗ്നിയിൽ ദേവന്മാർ നൽകുന്ന മഹാഹവിസ്സുകൾ സ്വീകരിക്കുന്ന പരമാത്മാവ് ഇതാ ഒരു ഗോപസ്ത്രീയുടെ മടിയിലിരുന്ന് കുത്തരിച്ചോറും വെണ്ണയും ശാഠ്യം പിടിച്ചു വാങ്ങി ഉണ്ണുന്നു. ഉദരത്തിൽ 14 ലോകങ്ങളും വഹിച്ചു കിടക്കുന്ന നാരായണൻ യശോദ നൽകിയ കൊച്ചു വെണ്ണയുരുളകളിൽ തൃപ്തനായി ആ മാറിൽ മയങ്ങാൻ തുടങ്ങുന്നു. സ്വന്തം കുഞ്ഞിന്റെ ഈശ്വരഭാവമറിയാതെ എച്ചിലും വെണ്ണയും പുരണ്ട ചേലത്തുമ്പുമായി ആനന്ദ കണ്ണീരൊഴുക്കുന്ന മാതൃത്വത്തിനു മുന്നിൽ സാക്ഷാൽ ഈശ്വരൻ തന്നെ തോറ്റുപോകുന്ന അതിമനോഹരമായ കാഴ്ച. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.